അല്ല മനസ്സിൽ അതിൻ്റെ തമാശ ചിന്തിക്കുന്നത്. ഈ അടുത്ത് ഞാൻ ട്രെയിനിൽ പോകുമ്പോഴേ ആ, ട്രെയിനിൽ എൻ്റെ അടുത്തിരിക്കുന്ന ഒരാൾ എന്നെ പരിചയപ്പെട്ട് കുറച്ച് പ്രായമുള്ള ഒരാളാണ് പരിചയപ്പെട്ട് പറഞ്ഞത് നിങ്ങളെ കുറച്ച് സംസാരത്തിന് ശേഷം അയാൾ എന്നോട് പറഞ്ഞു നിങ്ങളെ എൻ്റെ മകൻ്റെ ഭാര്യയെ നിങ്ങൾ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട് ആണോ? എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എവിടെയാണ്? ഉം. ഷൊർണൂർ. ആ ഷൊർണൂർ ഞാൻ പെണ്ണ് കാണാൻ വന്നിരുന്നു. അപ്പോൾ അവർക്കെന്തോ കലാകാരന്മാർക്ക് കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിഞ്ഞു പോകുന്നതാണ്. അവളിന്നും വീട്ടിൽ ടി വിയിൽ നിങ്ങളെ കാണുമ്പോൾ പറയേ എന്നെ പെണ്ണ് കാണാൻ വന്ന ആളാണെന്ന് ആ, അതെ, അവർക്ക് ഇനി അതിൽ ഒരു നഷ്ടബോധം ഉണ്ടാവും, ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്ന്. അല്ല എന്താ അറിയോ എനിക്ക് അതിൽ ഭയങ്കര വിഷമം തോന്നിയൊരു ഘട്ടമാണ് അത്. കാരണം നമ്മൾ പെണ്ണ് കാണാൻ പോയ ഒരു 10-13 വീടുകളിൽ ഞാൻ പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്. ഈ 13 വീടുകളിൽ നിന്നും പെൺകുട്ടികളെ ഇഷ്ടപ്പെടും, കുട്ടിക്ക് ഇങ്ങോട്ട് ഇഷ്ടപ്പെടും. പക്ഷെ വീട്ടുകാർ പറയും കലാകാരനായതുകൊണ്ട് പെണ്ണ് കൊടുക്കാൻ പറ്റില്ല, അതെ, ജോലി വേണം, ജോലി ഉണ്ടെങ്കിൽ പെണ്ണ് പെണ്ണ് കൊടുക്കും. അതൊരു സ്ഥിര വരുമാനമായി കണ്ടില്ല അല്ലേ? അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നും അങ്ങനെ പറയുമ്പോൾ. കലാകാരന്മാരുടെ ഒരു അവസ്ഥ ഞാൻ പറയുമ്പോൾ നമുക്ക് ഒരു കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് കിട്ടുന്ന ശമ്പളത്തെക്കാട്ടും കൂടുതൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഒരു മാസം. അത് ശരിയാ. പക്ഷെ അത് ശമ്പളമല്ലല്ലോ, കൂലിയല്ലേ, അതെ, അതിന് വിലയില്ല. അങ്ങനെ കുറേ കല്യാണങ്ങളായിട്ട് മുടങ്ങി. 13 കല്യാണം. ചേച്ചി 14-ാമത്തെയാണോ 14-ാമത്തെ പെണ്ണാണ്ടേ? ആളാണ്. 14-ാമത്തെ ആളെ ഇവളുടെ വീട്ടിൽ നിന്നുണ്ടായിരുന്നു പ്രശ്നങ്ങളൊക്കെ. ഉം. കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവളോട് പോയി പറഞ്ഞു, ഇവളെ സ്പെഷ്യലി പോയി കണ്ടു പറഞ്ഞു എനിക്കിനി കൂടുതൽ പെണ്ണ് കാണാൻ പോയി, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്, നീ ഒന്ന് വാശി പിടിച്ചാൽ കല്യാണം നടക്കുന്നു. പൊന്നു പോലെ ഞാൻ നോക്കിക്കോളാം, ഒരു കുഴപ്പമില്ല. ഇതാണ് അത് ഇന്നും പൊന്നുപോലെ നോക്കുന്നു ചേച്ചി, നല്ല ഹാപ്പിയാണ്.